സോ നമ്മള് ഇന്ന് കാഞ്ചീപുരം പോയോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ കൂടെ നിന്ന് വരുന്നത് എന്റെ കസിനായിട്ട് ലക്ഷ്മിയാണ്. പാരൻസിലാതെ ഫസ്റ്റ് ഗേൾസ് ട്രിപ്പാണത്. അപ്പോൾ എൻ്റെ ചേച്ചിയുണ്ട് ചെന്നൈയിൽ, ഞാനും ചേച്ചിയും പിന്നെ നന്ദനയും കൂട്ടാണ് ഗേൾസ് ട്രിപ്പിനായിട്ട് പോണത്. നമ്മൾ കാട്ട്പാടിൽ ഒരു 5-5:30 എത്തി. അവിടെ എത്തിയത് നമ്മളൊരു ചായയും കോഫിയൊക്കെ കുടിച്ച് ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം ചേച്ചിക്ക് അവിടെ ഇത്തിരി ദൂരം ഉണ്ടായിരുന്നു വെല്ലൂരിൽ നിന്ന് എത്താനായിട്ട്. பயணிகள் கவனத்திற்கு ஜோலார்பேட்டை சேலம் நம்பர் 2264 பாட்னா எர்ணாகுளம் ஜங்ஷன் via ஜோலார்பேட்டை. നമ്മൾ ചേച്ചിനെ മീറ്റ് ചെയ്തു. ചേച്ചി ചേച്ചി ആക്ച്വലി വെല്ലൂരാണ് നിൽക്കുന്നത്. ചേച്ചി അവിടെ PhD ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ചേച്ചിയുടെ ഇതിലാണ് നമ്മൾ കറങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ചീപുരം എത്തിയിരിക്കുകയാണ്. ഇപ്പൊ കാഞ്ചീപുരത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ചേച്ചിയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് റെഡി ആയിട്ടാണ് നമ്മൾ ഇനി അമ്പലത്തേക്ക് പോകുന്നുണ്ടാവുക. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ വന്നേക്കാണ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ദോശയും പിന്നെ കുഞ്ഞ് മിനി ഇഡ്ലീസ് ആണ്. അവിടെ നിന്ന് വാങ്ങിച്ചാ പോരെ? അങ്ങനെ കഴിച്ചാൽ നമ്മൾ ചേച്ചിയുടെ ഫ്രണ്ട് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഇതിപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാരി എടുത്തിട്ടാണ് പോണത്. അപ്പൊ നമുക്ക് ഇനി അമ്പലത്തിൽ വെച്ച് കാണാം. സാമന വ്യാരകിഞ്ചരാ അങ്ങനെ കഴിച്ചതേ നമ്മൾ അമ്പലമൊക്കെ തൊഴുതിറങ്ങി. ഇപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ ചേച്ചിയുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ഉള്ളത്. അപ്പൊ നമ്മളിവിടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ ഇവിടുത്തെ ആന്റിമാരുണ്ട്, നമുക്ക് ഇനി അവരൊന്ന് പരിചയപ്പെടാം. ഹായ് സല ആന്റി, എപ്പിടി ഇരിക്ക? സൗഖ്യമാ ഇരിക്ക ആന്റി. നമുക്ക് വേണ്ടിട്ട് ഫുഡൊക്കെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഉങ്ക രണ്ടാൾക്ക് നെയിം തന്നെ? തമിഴ് സെൽവി. കല. ഇവര് കാഞ്ചീപുരം അമ്പലത്തിന് തൊട്ടടുത്താണ് അവര് വീട്. അതായത് മതിലിന്റെ അപ്പുറത്താണ് അമ്പലം വരുന്നത്. അപ്പൊ ആന്റിയുടെ വീട്ടിലാണ് നമുക്ക് എല്ലാവർക്കുള്ള ഫുഡും എല്ലാം റെഡി ആക്കിയിട്ടുള്ളത്. താങ്ക് യു ആന്റി. നന്ദികൾ പലവിധം. അപ്പൊ ആന്റി നമുക്ക് വേണ്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ആന്റി നമുക്ക് വിളമ്പി വരാൻ വേണ്ടി പോവാണ്. ആന്റി എന്നെ സ്പെഷ്യൽ? ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓ സൂപ്പർ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് 2 മണി ഏകദേശം ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞൊരു 3 മണി ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് വെല്ലൂർക്ക് ഇറങ്ങി. ബൈ. ഓക്കെ ടാറ്റാ. ബൈ ബൈ சொல்லு. ബൈ ബൈ ടാറ്റാ ബൈ ബൈ. ഓക്കെ വാ. അങ്ങനെ നമ്മൾ കാഞ്ചീപുരത്ത് നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ
കാട്ട്പാടിയിലേക്ക് പോയോണ്ടിരിക്കുകയാണ്, ഗോൾഡൻ ടെമ്പിളിലേക്ക്. അത് കാട്ട്പാടി വെല്ലൂർ ഗോൾഡൻ ടെമ്പിൾ. സോ ആൻറ്റിമാർ നമ്മളുടെ കൂടെ വരുന്നത് നമ്മളെ ബസ് സ്റ്റോപ്പിലാണ് കൊണ്ടാക്കാനായിട്ട്. ട്രിപ്പിനാണ് ഞാൻ വന്നിട്ടുള്ളത്, എൻ്റെ ചേച്ചിയുടെയും എൻ്റെ കസിൻ്റെയും കൂടെ. സോ നമ്മൾ ചെന്നൈ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാരൻസിൻ്റെ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ അതാണ് ഇത് ഏറ്റവും സ്പെഷ്യലാക്കുന്നൊരു സംഭവം. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ഡേ കാഞ്ചീപുരമായിരുന്നു. കാഞ്ചീപുരം കണ്ടു. ഇപ്പോൾ നമ്മൾ വെല്ലൂരിലുള്ള ലോട്ടസ് ടെമ്പിളിൽ പോകും. ഇനി നാളെ നമ്മൾ ചെന്നൈയിലേക്ക് പോകും. അങ്ങനെയാണ് കറണ്ട് പ്ലാൻ. സോ അങ്ങനെ കഴിച്ചത് നമ്മൾ വെല്ലൂർ എത്തിക്കുകയാണ്. നമ്മൾ ടെമ്പിളിൽ പോകണില്ല, അന്ന് ടെമ്പിളിൽ പോകാനുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്തു, കാരണം വയ്യ നടക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഷോപ്പിംഗ്, അതെ, അപ്പം അതുകൊണ്ട് നമ്മൾ ജോലി അവിടെ ഷോപ്പിങ്ങിന് പോകാമെന്നാണ് പ്ലാൻ. ഇപ്പം നമ്മളൊരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇളക്കമുണ്ട്, നല്ല ഇളക്കവും നല്ല കുലുക്കവും ഉണ്ട്. ഭയങ്കര തിരക്കുമാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഗിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ശരവണ ഭവനിൽ എത്തിയിരിക്കുകയാണ്. രാത്രിക്കുള്ള ഫുഡ് കഴിക്കാനായിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം അത്യാവശ്യം ലഗേജ് ഒക്കെ ഉണ്ട് കയ്യിൽ. ഗൈസ്, എന്താണ് കഴിക്കാൻ പ്ലാൻ? നീയോ? എൻ്റെത് ഓണിനുത്ത പറ്റിയിട്ടുണ്ട്. അമ്മ ചേച്ചിയുടെ ദോശ, കേസരി. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. ഇന്നത്തെ രാത്രി കിടക്കാവുന്നത്. ചേച്ചിയുടെ ഹോസ്റ്റലുണ്ട്, അപ്പോൾ അവിടേക്ക് പോകണം. ബാത്റൂം. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേക്ക് കഴിഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. സോ ഇനിയിപ്പോൾ പോയിട്ട് ട്രെയിനിലെടുത്തിട്ട് നമ്മളിനി ടി നഗറിലേക്ക്, ചെന്നൈക്ക് അവിടെ നിന്ന് ടി നഗറിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ചെന്നൈ സെൻട്രലിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത മെട്രോ എല്ലാവരും വിളിച്ചിട്ടാണ് ടി നഗറിൽ പോകാൻ. അപ്പം ഇനി ഫുഡ് കഴിക്കണം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. സോ ചേച്ചി, നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണ്? നമ്മളിപ്പോൾ ഇവിടുന്ന് മെട്രോ വിളിച്ച് ടി നഗറിലേക്ക് പോകുന്നു. ടി നഗറിൽ ഷോപ്പിംഗ്, അവിടുന്ന് തിരിച്ച് ചെന്നൈ സെൻട്രൽ. പിന്നെ വൈകിട്ട് 7:30 നിങ്ങൾക്ക് ട്രെയിൻ ഉണ്ടല്ലോ, അങ്ങനെ പോകണം. അപ്പം അത്യാവശ്യം നമ്മുടെ കയ്യിൽ കുറച്ച് ലഗേജ് ഉണ്ട്. അപ്പം ഈ ലഗേജ് ക്ലോക്ക് റൂമിൽ വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ക്ലോക്ക് റൂം അവിടെ ഫ്രണ്ടിലായിരിക്കും, അപ്പൊ അവിടെ പോയി ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് ട്രിപ്പ്, ഇന്നത്തെ കാഞ്ചീപുരം ട്രിപ്പ്? നമ്മളിതേ ഗൈസ് മെട്രോ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ആണ് ടിക്കറ്റ് എടുക്കാനായിട്ട്. നന്ദനത്തിലാണ് ഇറങ്ങുക. അതായത് ഇവിടെ നിന്ന് നന്ദനം സ്റ്റേഷനിൽ ഇറങ്ങും.
നഗറിൽ കമ്മലുകളിലും എല്ലാത്തിനൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു, ഭയങ്കര ചീപ്പായിരുന്നു കമ്മലും സൈഡ് ബാഗും ഹാൻഡ് ബാഗും ഡ്രസ്സും എല്ലാത്തിനും. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കയ്യിൽ ലഗേജും ഉണ്ടായിരുന്നു, പ്ലസ് നല്ല വെയിലും ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഈ കഴിക്കുന്ന സ്ഥലത്ത് ഭയങ്കര എന്താ പറയുക, ബർഗർ കഴിക്കാനും നൂഡിൽസ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ കുറേ നേരം നടക്കുമ്പോൾ ടി നഗറിൽ കൂടെ അവസാനം നടന്നാൽ നമുക്ക് വയ്യാണ്ടേ നമ്മൾക്ക് ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കടയുടെ മുന്നിൽ ഇരിക്കുകയാണ് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട്. അത് ശരിക്കും നമ്മൾ കുറേയൊക്കെ ഷോപ്പിംഗ് ചെയ്തു, പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അത്രയും തിരക്കും വെയിലും ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് ഭയങ്കര വിശക്കുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 2 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബർഗറും നൂഡിൽസും അതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നത്. അത് കഴിച്ച് നമ്മൾ ടി നഗറിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ സമയം ഏകദേശം 4 മണിയാവാൻ പോണു. നമ്മളിവിടെ രാവിലെ 11 മണിക്ക് 11 വൈകുന്നേരം ഇപ്പൊ എത്തിയതാണ്. വയ്യാണ്ട് 12 മണിയായപ്പോ എത്തിയതാണ്. ഇവിടുന്ന് ഫുഡ് കഴിച്ചു, എല്ലാം കഴിഞ്ഞ് കുറെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് മതിയായ അവസാനം. സോ ഞാൻ പുതിയ ബാഗും പേഴ്സാണ് കുറച്ചാണോ കാണിച്ചതേ, പുതിയ ബാഗാണ്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഒരു 6:30 വരെ അല്ലെങ്കിൽ 5 മണി വരെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ബോറടിച്ചു. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ കറൻ്റ്ലി നമ്മൾ മെട്രോയിൽ കയറിയിട്ട് തിരിച്ച് ചെന്നൈ പോയിട്ട് അവിടെ നിന്ന് മറീന ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അവിടെ പോയി കുറച്ച് നേരം ബീച്ചൊക്കെ കണ്ട് പിന്നെ ഒരു നൈറ്റ് 7:30 നമുക്ക് ട്രെയിൻ. അപ്പം പിന്നെ ആ ഒരു ടൈം കണക്കിലാക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ മെട്രോയൊക്കെ കയറി സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ തന്നെ ഫുഡ് കഴിച്ചു. നമുക്ക് മറീനയിൽ പോലെ ടൈം കിട്ടിയില്ല, കാരണം അപ്പോഴേക്കും സമയമായി ഏകദേശം 7 മണിയായി ഫുഡ് കഴിച്ചപ്പോഴേക്കും. സോ ഗൈസ്, നമ്മുടെ ചെന്നൈ വ്ളോഗ് എൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ട്രെയിൻ കയറി, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ട്രെയിൻ കയറി. അപ്പോൾ ചേച്ചിന് കാട്ട്പാടിയിൽ ഇറങ്ങും. സോ ട്രിപ്പ് അടിപൊളിയായിരുന്നു. സോ ഇനിയും അടുത്ത ട്രിപ്പുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ബൈ. അടുത്തൊരു വ്ളോഗ് വരുന്നവരേക്കും. ടിൽ ദെൻ ബൈ, ഗുഡ് നൈറ്റ്.